വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ 2 ദിവസത്തെ ഒരു ട്രിപ്പിന് പോവാണ്. ചെറിയൊരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയ വന്നൊരു ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് കന്യാകുമാരിക്കാണ്. അപ്പോൾ രാത്രി ടൈം 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. നമ്മൾ ഫാമിലി ട്രിപ്പ് തന്നെയാണ്. ഫാമിലി മൊത്തം ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടുത്തെ കുറേ ആൾക്കാർ ഉണ്ട്. അപ്പോൾ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് 10 മണിക്കാണ് ബസ്. അപ്പോൾ ഇപ്പോൾ ടൈം 9 ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി അവിടെ പോയിട്ട് കാണാം. ഇപ്പോൾ രാത്രി നമ്മൾ നേരെ ബസ്സിൽ കയറി കിടന്ന് ഉറങ്ങും. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ബാക്കി ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ വഴി കാണാം. ഇപ്പം നമ്മൾ ശിവഗിരിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ രാവിലെ ഏകദേശം ടൈം 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള SNDP എന്ന് പറഞ്ഞിട്ടുള്ള സംഘത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, തീർത്ഥാടനം പോലെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്ലേസസാണ് ഫസ്റ്റത്തെ ഈ ഒരു ദിവസം ഫുള്ള് വിസിറ്റ് ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ തന്നെ മഠത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡോർമെട്രിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2nd ഫ്ലോറിലാണ് നിൽക്കുന്നത്. താഴത്താണ് നമ്മുടെ ഡോർമെട്രി വരുന്നത്. നമ്മളിപ്പോൾ കൊല്ലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ 2-3 സ്ഥലത്തൊക്കെ ശിവഗിരി അവിടെയൊക്കെ പോയിട്ട് വർക്കലൊക്കെ പോയിട്ടാണ് നമ്മൾ കന്യാകുമാരിക്ക് പോകുന്നത് വൈകിട്ട്. ഇവിടെ രാവിലെ ഭയങ്കര പീസ്ഫുള്ളാണ്. കാരണം അടിയിലാണ് നമ്മളൊക്കെ റൂം വരുന്നത്. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ട് ഫ്രഷായി. ഇനി നമുക്കപ്പോൾ താഴത്ത് പോയിട്ട് ഫ്രഷായിട്ട് വേണം അപ്പോൾ പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി അടിയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഡോർമെട്രി വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഷെഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊന്നും നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാ ഫുഡും ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പോൾ ഇതേപോലെ നമ്മൾ വന്ന സ്ഥലത്ത് അതേപോലെ വേറൊരു ബസ് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആൾക്കാർ ഫുഡ് അപ്പുറത്ത് പ്രിപ്പയർ ചെയ്യുന്നതാണിത്. എവിടെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാ? കൊടുങ്ങല്ലൂര്. വലിയ വ്യത്യാസമില്ല. ഞങ്ങൾ തൃശ്ശൂർ അവിടെ നിന്ന് കോലരിക്കാരുള്ള ഫുഡ് ആക്കുവോ? അതാണ് അവരോട് റെഡി ആക്കണല്ലേ? റെഡി ആക്കിട്ട് വണ്ടിയിലേക്കല്ലേ? നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൻ്റെ പ്ലേ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. നമ്മൾ വന്നിട്ടുള്ള ബസ്സാണിത്. ദശരഥ ബസ്സിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ശിവഗിരിയിലുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ മഠത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നതാണ് ശാരദാ മഠം. അപ്പോൾ ഇവിടെയാണ് സരസ്വതി പ്രതിഷ്ഠയ്ക്ക് ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുള്ളത്. ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ സ്റ്റെപ്പ് കയറി മുകളിലെത്തി കഴിയുമ്പോൾ നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ പർണശാല കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പർണശാല. നമ്മളപ്പോൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് വൈദിക മഠത്തിലേക്കാണ്. അപ്പോൾ ഇവിടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാന നാളുകളൊക്കെ ശ്രീനാരായണ ഗുരു താമസിച്ചത്. അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരു ഉപയോഗിച്ച പഴയ കട്ടിലും അതുപോലെ കസാരയും എല്ലാതും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഉപയോഗിച്ചിരുന്ന റിക്ഷയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ കസാരയും ഇതൊക്കെ ശ്രീനാരായണ ഗുരു ഉപയോഗിച്ചിരുന്നതാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി മന്ദിരത്തിലോട്ടാണ്. ഇതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി മന്ദിരം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ അലൗഡ് അല്ല, പുറത്ത് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതുപോലെ കൃഷ്ണൻ്റെയും ഗണപതിയുടെയും ഒക്കെ കുറച്ച് വിഗ്രഹങ്ങളുടെ ഒരു ചെറിയൊരു കട ഉണ്ടായിരുന്നു. നമ്മളിവിടുന്ന് കൃഷ്ണൻ്റെയും അതുപോലെ ഗണപതിയുടെയും ഒരു ചെറിയ വിഗ്രഹം വെച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് തോന്നയ്ക്കൽ കുമാരനാശാൻ്റെ സ്മാരകം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് അദ്ദേഹം ജനിച്ച് വളർന്നിട്ടുള്ള വീടും അതുപോലെ അതിൻ്റെ മ്യൂസിയം ഒക്കെ ഇവിടെയാണ് ഉള്ളത്. ഈ കാണുന്നതാണ് കുമാരനാശൻ ജനിച്ചു വളർന്നിട്ടുള്ള വീടും സ്ഥലവും. തൊട്ടപ്പുറത്ത് തന്നെ കുമാരനാശാൻ്റെ മ്യൂസിയവും അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്കുകളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വൈലറ്റ് കളർ പൂ നിൽക്കണമെങ്കിൽ അച്ഛൻ അവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കും. വെള്ളിമാടുണ്ടാ? അടുത്തതായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ശ്രീനാരായണ ഗുരുകുലത്തിലേക്കാണ്. അപ്പോൾ ഇവിടെയാണ് ശ്രീനാരായണ ഗുരു ജനിച്ച് വളർന്നതും അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ വീട് ഇപ്പോഴും അതേപോലെ തന്നെ സംരക്ഷിച്ചു വെച്ചിട്ടുള്ള സ്ഥലവും ഇത് തന്നെയാണ്. മഴയൊന്നും പെയ്ത് വീട് നാശമായി പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ഇതുപോലെ ഷീറ്റ് എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മണ്ണ് കൊണ്ടും പിന്നെ ഓല കൊണ്ടുമാണ് ഈ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ശ്രീനാരായണ ഗുരു യാത്ര ചെയ്തിരുന്ന റിക്ഷയുടെ ഒരു ഇത് കാണാൻ വേണ്ടി പറ്റും. ശ്രദ്ധിച്ചില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ലഞ്ച് കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. നമ്മൾ വന്നിട്ടുള്ളത് അരുവിപ്പുറം ടെമ്പിളിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം നിന്നില്ല. നമ്മൾ നല്ല മഴക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ പോയി കണ്ടു കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല മഴ പെയ്തു. ഇതിലാണ് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി രണ്ട് സൈഡിലും സ്റ്റെപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളവിടെ എത്തിയപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങാനൊന്നും നിന്നില്ല. കുറച്ച് നേരം നിന്നപ്പോഴേക്കും മഴയൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ട് കന്യാകുമാരിയിലേക്കാണ്. നമ്മളങ്ങനെ ഫൈനലി കന്യാകുമാരി എത്തി. നമ്മളിപ്പോൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നടന്നു കഴിഞ്ഞാൽ അറ്റത്തെത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇങ്ങോട്ട് കുറച്ച് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഈ കടലിൻ്റെ അവിടേക്ക് ഇറങ്ങുന്നില്ല, ജസ്റ്റ് ആ തിണ്ടിൻ്റെ അവിടേക്ക് ഇറങ്ങി നിന്നിട്ട് നമ്മൾ സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
வார்த்தை தேவையில்லை வாழும் காலம் வரை பார்வை பார்வை மொழி பேசவே நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே வேறென்று விதை என்று வீழ்த்தூவும் மழை என்ற இதயம் இவள் தோட்டம் பூ பூக்குதே മരിയിലെ ബാക്കി വിശേഷങ്ങളായി നമുക്ക് പാർട്ട് 2 കാണാം.